വരുന്നതിന് മുമ്പ് നോട്ട് പ്രിൻ്റ് ചെയ്യുന്നത് ആരായിരുന്നു? ബാങ്കുകളായിരുന്നു. ബാങ്കുകളാണ് നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യകാലത്ത് പ്രിൻ്റ് ചെയ്ത നോട്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കിക്കോളൂ. അപ്പോൾ ഈ നോട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? നോട്ട് എങ്ങനെയാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് പോലും എന്ത് ചെയ്യുന്നു? RBI ആയിട്ട് ആലോചിച്ചിട്ട് RBIയുടെ പ്രസ്സുകളിലും സെക്യൂരിറ്റി പ്രസ്സുകളിലും നോട്ടടിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ 2 പ്രസ്, RBIയുടെ 2 പ്രസ് അവിടെ നോട്ടടിക്കുന്നു. മിൻറ്റുകളിലാണ് നാണയം അടിക്കുന്നത്. നാണയം അടിക്കുന്നത് എവിടെയാണ്? മിൻറ്റുകളിലാണ്. അങ്ങനെ അടിക്കുന്ന നാണയങ്ങളും ഈ നോട്ടുകളും പോലീസിൻ്റെ സഹായത്തോടു കൂടി, റെയിൽവേയുടെ സഹായത്തോടു കൂടി എവിടെ പോകുന്നു? ബാങ്കുകളുടെ കറൻസി ചെസ്റ്റ്. എല്ലാ ജില്ലകളിലും ബാങ്കുകളുടെ കറൻസി ചെസ്റ്റുകൾ ഉണ്ടാവും. താലൂക്കുകളിലും ഒക്കെ കുറേ ഉണ്ടാവും. എന്താണ്? ബാങ്കുകളുടെ കറൻസി ചെസ്റ്റ്. കറൻസി ചെസ്റ്റിനകത്തിരിക്കുന്ന കാശ് എന്ന് പറയുന്നത് RBIയുടെ കാശാണ്, പണമാണ്. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും RBIക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് മാനേജ് ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള ബാങ്കുകൾക്കും ബ്രാഞ്ചുകൾക്കും ഒക്കെ പണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എന്താണ്? അവർക്ക് അടയ്ക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഏരിയയിലും എന്ത് ചെയ്യുന്നത്? കറൻസി ചെസ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കറൻസി ചെസ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താ വരുന്നത്? കറൻസി ചെസ്റ്റുകൾ. അത് കഴിഞ്ഞ് നമുക്ക് കറൻസി ചെസ്റ്റുകൾ വഴിയാണ് ഈ രൂപയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് എന്താണ്? കറൻസി ചെസ്റ്റ് വഴി രൂപ ഇങ്ങനെ കൊടുക്കുന്നു. പല പല തരത്തിലുള്ള നോട്ടുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള നോട്ടുകളാണ് നമ്മുടെ ഉള്ളത്? ഫ്രഷ് നോട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള നോട്ടുകൾ. എഴുതിക്കോളൂ. ഫ്രഷ് നോട്ട്സ്, പുതിയ നോട്ടുകൾ RBI പ്രിൻ്റ് ചെയ്ത് നമുക്ക് 100ൻ്റെ 10 ബണ്ടിലുകൾ ചേർത്ത് കെട്ടി വരുമല്ലോ. എൻ്റെ പേരാണ് ഫ്രഷ് നോട്ട്സ്. പിന്നെ റീഇഷ്യൂബിൾ നോട്ട്സ്, നമ്മുടെ കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ ആളുകൾക്ക് പുനർവിതരണം നടത്തുന്ന നോട്ടുകളെ നമുക്ക് എന്ത് പറയാം? റീഇഷ്യൂബിൾ നോട്ട്സ്. പുനർവിതരണം നടത്തുന്ന നോട്ടുകളെ നമുക്ക് റീഇഷ്യൂബിൾ നോട്ട്സ് എന്ന് പറയാം. പുനർവിതരണം നടത്തുന്ന നോട്ടുകൾ കടയിലും ബാങ്കിലും ഒക്കെ വന്നിട്ട് പിന്നെ മറ്റുള്ളവർക്ക് ചില്ലറയായും ബാക്കിയായും അല്ലെങ്കിൽ എടുക്കാൻ വരുന്നവർക്ക് പണമായും കൊടുക്കുന്നത് നല്ല തീരെ അഴുക്ക് പിടിച്ചതും മുഷിഞ്ഞതും കീറിയതൊക്കെ മാറ്റിയിട്ട് നല്ല നോട്ടുകൾ കൊടുക്കുക. റീഇഷ്യൂബിൾ നോട്ട്സ്. മൂന്നാമത്തത് സോയിൽഡ് നോട്ട്സ്. സോയിൽഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഡെഫിനിഷൻ ഉണ്ട്. സോയിൽഡ് നോട്ടിന് പുതിയ ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് സോയിൽഡ് നോട്ട്? അഴുക്ക് പിടിച്ചതും മുഷിഞ്ഞതുമായ നോട്ടുകളെ നമുക്ക് സോയിൽഡ് നോട്ട് എന്ന് പറയാം. എന്താണ് സോയിൽഡ് നോട്ട്? അഴുക്ക് പിടിച്ചതും മുഷിഞ്ഞതുമായ നോട്ടുകളെ, അഴുക്ക് പിടിച്ചതും മുഷിഞ്ഞതുമായ നോട്ടുകളെ സോയിൽഡ് നോട്ട് എന്ന് പറയാം. കൂടാതെ ഒരു കട്ടുള്ള നോട്ടുകൾ, ഒറ്റക്കട്ടുള്ള നോട്ടുകൾ നേരെ 2ആയി മുറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ അങ്ങനെ എങ്ങനെ മുറിഞ്ഞാലും 2 പീസായി മുറിഞ്ഞിരിക്കുന്നു. എല്ലാ ഭാഗവും ഉണ്ട്, ജെനുവിൻ നോട്ട് തന്നെ, പക്ഷേ 2ആയി മുറിഞ്ഞിരിക്കുന്നു. 2ആയി മുറിഞ്ഞ നോട്ടുകളെയും ഇപ്പോൾ ഏത് നോട്ടായിട്ട് കണക്കാക്കണം? സോയിൽഡ് നോട്ടായിട്ട് കണക്കാക്കണം. 2ആയി മുറിഞ്ഞ നോട്ടുകളെ അഴുക്ക് പിടിച്ച നോട്ടുകളെയും കൂടെ ചേർത്താണ് നമുക്ക് 100ൻ്റെ ബണ്ടിലുണ്ടാക്കിയാൽ എന്നിട്ട് കറൻസി ചെസ്റ്റ് കൊടുത്താൽ നമുക്ക് പകരം നോട്ട് കിട്ടും. അപ്പോൾ സോയിൽഡ് നോട്ടിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അഴുക്ക് പിടിച്ചതും മുഷിഞ്ഞതുമായ നോട്ടുകളും ഒറ്റക്കട്ടുള്ള നോട്ടുകളും. ഒറ്റക്കട്ടുള്ള നോട്ടുകളെയും നമുക്ക് എന്ത് പറയാം? സോയിൽഡ് നോട്ട് എന്ന് പറയാം. സോയിൽഡ് നോട്ട് എന്ന് പറയാം. പിന്നുള്ളത് ഇംപെർഫെക്റ്റ് നോട്ടുകളാണ്. ഇംപെർഫെക്റ്റ് നോട്ടുകൾ. ഇംപെർഫെക്റ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് ഡെഫിനിഷൻ ഉണ്ട്. നോട്ട് വിച്ച് ഈസ് നെയ്തർ സോയിൽഡ് നോർ മ്യൂട്ടിലേറ്റഡ്. മ്യൂട്ടിലേറ്റഡ് എന്ന് പറഞ്ഞാൽ കീറിയ നോട്ടുകൾ. അതിനെ പഠിപ്പിക്കും. ഏതെങ്കിലും ഭാഗം കാണാത്ത നോട്ടുകൾ, പലതായി കീറിയ നോട്ടുകൾ, അതൊക്കെയാണ് നമ്മൾ മ്യൂട്ടിലേറ്റഡ്. അങ്ങനെയല്ലാത്തതും എന്നാൽ പൂർണ്ണമായോ ഭാഗികമായോ വികൃതമാക്കപ്പെടുകയും. എങ്ങനെയാണ്? പൂർണ്ണമായോ ഭാഗികമായോ വികൃതമാക്കപ്പെടുകയോ, വരച്ചോ കുറിച്ചോ ചതുരെടുത്തോ ഒക്കെ വികൃതമാക്കപ്പെടുകയോ, ആൾട്ടേഡ് തിരുത്തൽ വരുത്തുകയോ, ആൾട്ടേഡ് തിരുത്തൽ വരുത്തുകയോ, അൺഡെസിഫറബിൾ ഡെസിമൽസ് അല്ലെങ്കിൽ നമ്പേഴ്സ് പലതും കാണാതാവുക,
അത് നമുക്ക് മറഞ്ഞിരിക്കുന്നു, വ്യക്തമല്ല. അപ്പോൾ അക്കങ്ങൾ കണ്ട് നമുക്ക് നമ്പർ കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ശ്രങ്ക്, ചുളിഞ്ഞത്, വാഷ് ചെയ്തത്, ഇതൊക്കെ ഇതിനകത്ത് വരും. വാഷ് ചെയ്ത നോട്ട്, ചുളിഞ്ഞ നോട്ട്, ചെതലരിച്ച നോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഇംപെർഫെക്റ്റ് നോട്ട് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഇംപെർഫെക്റ്റ്. അപ്പം ആ നോട്ടിൻ്റെ കാര്യത്തിൽ എണ്ണ വീണ നോട്ടുകൾ മാറിക്കൊടുക്കേണ്ടതില്ല. എണ്ണ വീണ നോട്ടുകളെ സംബന്ധിച്ച് എന്താണ്? മാറിക്കൊടുക്കേണ്ടതില്ല. പകുതി കത്തിയ നോട്ടുകൾ, എണ്ണ വീണ നോട്ടുകൾ. എണ്ണ വീണ നോട്ടുകൾ നമുക്കറിയാമല്ലോ. എണ്ണ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസം വരും. ചിലർ കഴുകി പൗഡറൊക്കെ ഇട്ടുകൊണ്ട് വരും, അല്ലേ? അങ്ങനെ പൗഡറൊക്കെ ഇട്ടുകൊണ്ട് വന്നാലും എന്താണ്? എണ്ണ വീണതാണ് എന്ന് വ്യക്തമായാൽ നമുക്കത് മാറിക്കൊടുക്കാതിരിക്കാം. പകുതി കത്തിയ നോട്ടുകൾ, പൊടിഞ്ഞ നോട്ടുകളൊക്കെ ആണെങ്കിൽ നേരെ RBIയിൽ കൊടുക്കാൻ പറയണം. അല്ലെങ്കിൽ കറൻസി ടെസ്റ്റ് കൊടുത്തു നോക്കണം, അല്ലെങ്കിൽ RBIയിൽ നേരിട്ട് കൊടുക്കണം. കാര്യം എന്താ? അതിൽ ബാക്കി എത്രയുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും അവർ അതിൻ്റെ റീഫണ്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള നോട്ടുകൾ നമുക്ക് മാറിക്കൊടുക്കാം. ജെനുവിനായ നോട്ടുകൾ, അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് യഥാർത്ഥ നോട്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള എങ്ങനെയുള്ള നോട്ടുകൾ? ഒബിലിറ്ററേറ്റഡ്, വികൃതമാക്കപ്പെട്ടതോ ആൾട്ടേർഡോ അൺഡിസിഫറബിളോ ഒക്കെ ആയിട്ടുള്ള നോട്ടുകൾ മാറിക്കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് ബാങ്കിൻ്റെ തീരുമാനമാണ്. ഇത് മാത്രം ബാങ്കിൻ്റെ തീരുമാനമാണ്. എന്നാൽ മ്യൂട്ടിലേറ്റഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂട്ടിലേറ്റഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് വിച്ച് ആസ് എ പോർഷൻ ഈസ് മിസ്സിംഗ് or which is composed of more than 2 pieces. A note of which a portion is missing. ചില ഭാഗങ്ങൾ കാണുന്നില്ല, കീറിപ്പോയി. പിന്നെയോ which is composed of more than 2 pieces. 2 പീസായാൽ സോയിൽഡ് ആക്കാന്ന് പറഞ്ഞു. 2 കൂടുതൽ പീസായി മുറിയുകയോ, മലയാളത്തിൽ പറഞ്ഞാൽ 2 കൂടുതൽ കഷണങ്ങളായി മുറിയുകയോ ഏതെങ്കിലും ഭാഗം കാണാതാവുകയോ ചെയ്ത നോട്ടുകളെ നമുക്ക് എന്ത് പറയാം? മ്യൂട്ടിലേറ്റഡ് നോട്ട് എന്ന് പറയാം. മനസ്സിലായോ? മ്യൂട്ടിലേറ്റഡ് നോട്ട് എന്ന്. മ്യൂട്ടിലേറ്റഡ് നോട്ടിന് എന്ത് പറയാം? ഏതെങ്കിലും ഭാഗം കാണാതാവുകയോ 2ൽ കൂടുതൽ കഷണങ്ങളായി മുറിയോ ചെയ്ത നോട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂട്ടിലേറ്റഡ് നോട്ട് എന്ന് പറയുന്നത്. മ്യൂട്ടിലേറ്റഡ് നോട്ടിനെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങളുണ്ട്. എന്താണ് നിയമങ്ങൾ എന്നറിയോ? 1 മുതൽ 20 വരെയുള്ള നോട്ടുകൾ, 1 മുതൽ 1, 2, 5, 10, 20, 1 മുതൽ 20 വരെയുള്ള നോട്ടുകൾ മുറിയാത്ത ഒറ്റ കഷണം, ഇതിൻ്റെ സിംഗിൾ ലാർജസ്റ്റ് അൺഡിവൈഡഡ് പീസ്, സിംഗിൾ ലാർജസ്റ്റ് അൺഡിവൈഡഡ് പീസ്, ഏറ്റവും വലിയ മുറിയാത്ത ഒറ്റ കഷണം, ഏറ്റവും വലിയ മുറിയാത്ത ഒറ്റ കഷണം. എഴുതിക്കോളൂ. ഏറ്റവും വലിയ മുറിയാത്ത ഒറ്റ കഷണം, ഏറ്റവും വലിയ മുറിയാത്ത ഒറ്റ കഷണം. ആ കഷണം ഇപ്പോൾ നമുക്ക് മുറിഞ്ഞിരിക്കുകയാണ്. നോട്ട് പല കഷണങ്ങളായി മുറിഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗം കാണുന്നില്ല, ഇത്രയില്ല, ഒരു ഭാഗം ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം കാണാനില്ല, പല കഷണങ്ങളായി മുറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഇതിലെ മുറിയാത്ത 20 വരെയുള്ള നോട്ടിൽ മുറിയാത്ത ഒറ്റ പീസ് ആകെ വലിപ്പത്തിൻ്റെ 50% കൂടുതലുണ്ടെങ്കിൽ, മുറിയാത്ത ഒറ്റ പീസ് ആകെ വലിപ്പത്തിൻ്റെ 50% കൂടുതലുണ്ടെങ്കിൽ, മുറിയാത്ത ഒറ്റ പീസ് ആകെ വലിപ്പത്തിൻ്റെ 50% കൂടുതലുണ്ടെങ്കിൽ, മുറിയാത്ത ഒറ്റ കഷണം ആകെ വലിപ്പത്തിൻ്റെ 50% കൂടുതലുണ്ടെങ്കിൽ മുഴുവൻ പൈസയും മാറിക്കൊടുക്കാം. ബാക്കി പേപ്പർ ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ തുണ്ടുകൾ ചേർത്തൊട്ടിച്ച് നോട്ടിൻ്റെ വലിപ്പത്തിലാക്കണം. എല്ലാം അതാത് നോട്ടിൻ്റെ വലിപ്പത്തിൽ ആക്കണം. പക്ഷേ മുറിയാത്ത ഏറ്റവും വലിയ കഷണം നോട്ടിൻ്റെ 50% കൂടുതലുണ്ട് എങ്കിൽ ഫുള്ള് കൊടുക്കാം. മനസ്സിലായ? മുറിയാത്ത ഒറ്റ കഷണം ആകെ വലിപ്പത്തിൻ്റെ 50% കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് മുഴുവൻ പൈസയും മാറിക്കൊടുക്കാം. ബാക്കി പീസ് ഇല്ലെങ്കിൽ പേപ്പർ ഒട്ടിക്കണം. ബാക്കി പീസ് ഇല്ലാത്തതിന് പേപ്പർ ഒട്ടിക്കണം.
കാണിക്കും, ഞാനിവിടെ കാണിച്ചു തരുന്നത്. പേപ്പർ ഒട്ടിക്കണമെന്ന് ഉള്ളത് ഏറ്റവും വലിയ പീസ് 50% കൂടുതലുണ്ട്. പല കഷണങ്ങളായി മുറിഞ്ഞിരിക്കണു. ചില ഭാഗങ്ങൾ കാണുന്നില്ല എങ്കിൽ അവിടെ നോട്ടിൻ്റെ വലിപ്പത്തിൽ ചെറിയൊരു പേപ്പർ തുണ്ട്, ബാക്കിൽ ചെറിയ ഗം വെച്ചൊട്ടിക്കാം. പ്ലാസ്റ്റിക് ഒന്നും വെച്ചൊട്ടിക്കരുത്, ഫെവിക്കോളൊന്നും വെച്ചൊട്ടിക്കരുത്. സാധാ ഗം, ഒരു ചെറിയ പേപ്പർ തുണ്ട് വെച്ച് അത് ചേർത്തിരിക്കത്തക്കോണം ബാക്കിൽ ഒട്ടിക്കാം. ഇനി 50 മുതൽ 2000 വരെയുള്ള നോട്ടുകൾ, 50 മുതൽ ഇപ്പോഴും 500 വരെ നമ്മൾ കാശിൽ ഉപയോഗിക്കാറുള്ളൂ. പോട്ടെ, 2000 പിൻവലിച്ചിട്ടില്ല പൂർണ്ണമായി. അപ്പോൾ 50 മുതൽ മേളിലോട്ടുള്ള നോട്ടുകൾ ആകെ വലിപ്പത്തിൻ്റെ 80% കൂടുതലുണ്ടെങ്കിൽ, ആകെ വലിപ്പത്തിൻ്റെ 80% കൂടുതൽ മുറിയാത്ത ഒറ്റ പീസ് ഉണ്ടെങ്കിൽ, 80% കൂടുതൽ മുറിയാത്ത ഒറ്റ പീസ് ഉണ്ടെങ്കിൽ മുഴുവൻ പൈസയും മാറിക്കൊടുക്കാം. ഏറ്റവും വലിയ പീസ് 80% കൂടുതലുണ്ട്, ബാക്കി സൈഡിൽ ഒട്ടിച്ചാൽ മതി. തുണ്ടുകളുണ്ടെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാം. ഒട്ടിച്ചാൽ മതി. വെള്ളയോ ബ്രൗണോ പേപ്പറോ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇനി 80% മുറിയാത്ത ഒറ്റ പീസ് 80% കുറവാണ്, 40% കൂടുതലുണ്ട്. മുറിയാത്ത ഒറ്റ പീസ് 80% കൂടുതൽ ഇല്ല, 80 കുറവാണ്. 40% കൂടുതലുണ്ട് എങ്കിൽ പകുതി പൈസ മാറിക്കിട്ടും. 500 രൂപയ്ക്ക് 250 രൂപ. മുറിയാത്ത ഒറ്റ പീസ് ആകെ വലിപ്പത്തിൻ്റെ, മുറിയാത്ത ഒറ്റ പീസ് ആകെ വലിപ്പത്തിൻ്റെ 80% കുറവും 40% കൂടുതലുമാണെങ്കിൽ, 40% കൂടുതലുമാണെങ്കിൽ എന്ത് കിട്ടും? അതിന് 50% തുക, പകുതി പൈസ. 100 രൂപയ്ക്ക് 50 രൂപ, 200 രൂപയ്ക്ക് 100 രൂപ, 500 രൂപയ്ക്ക് 250. അങ്ങനെ പകുതി പൈസ മാറിക്കിട്ടും, മാറിക്കൊടുക്കാം. മനസ്സിലായോ? ഒരു കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ശാഖയിൽ നിന്ന്, ഒരു വാണിജ്യ ബാങ്കിൻ്റെ ശാഖയിൽ നിന്ന് സോയിൽഡ് നോട്ടാണെങ്കിൽ 20 പീസോ 5000 രൂപയോ, 20 പീസോ 5000 രൂപയോ ഏതാണോ കൂടുതൽ, സോയിൽഡ് നോട്ടാണെങ്കിൽ, അഴുക്ക് പിടിച്ചതും മുഷിഞ്ഞതും ഒറ്റക്കെട്ടുള്ള നോട്ടുകളുമാണെങ്കിൽ അതൊരു ശാഖയിൽ നിന്ന് മാറിക്കൊടുക്കണം. കൊമേഴ്സ്യൽ ബാങ്കിനാണ് സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്നത്. എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും ചെയ്യേണ്ടതാണ്. എന്നാൽ മ്യൂട്ടിലേറ്റഡ് നോട്ടാണെങ്കിൽ 5 പീസോ 5000 രൂപയോ, ഇപ്പോൾ 500ൻ്റെ 5 പീസ് എടുക്കുമ്പോൾ തന്നെ 2500 അപ്പോൾ അതെടുക്കാം. മനസ്സിലായില്ലേ? അതല്ല 10 പീസ് എടുക്കുകയാണെങ്കിൽ 5 പീസ് വിത്തൗട്ട് ചാർജസ്, ഒരു ചാർജും ഇല്ലാതെ 5 പീസോ 5000 രൂപയോ ഒരു കസ്റ്റമർക്ക്, ഈവൻ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പോലും മാറിക്കൊടുക്കണം. മാറിക്കൊടുത്തില്ല എങ്കിൽ RBI പരാതി ചെയ്താൽ അവർക്ക് 10000 രൂപയുടെ പിഴയിടാം എന്നാണ് ബാങ്ക്. RBI കംപ്ലൈൻറ്റ് ചെയ്താൽ, കാരണം RBIയുടെ നോട്ട് റീഫണ്ട് റൂൾസ്, RBIയുടെ നിയമം പാലിക്കേണ്ടവരാണ് RBIയുടെ നോട്ട് കൈകാര്യം ചെയ്യുന്നവർ. RBI നോട്ട് പ്രിൻ്റ് ചെയ്യുന്ന RBI അല്ലേ? 2 രൂപ മുതൽ 10000 രൂപ വരെയുള്ള നോട്ട് പ്രിൻ്റ് ചെയ്യാൻ RBIക്ക് അധികാരമുണ്ട്. 2000 വരെയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഇത് മാറിക്കൊടുക്കേണ്ടത് ബാങ്കുകളുടെ ഉത്തരവാദിത്വം. ഇതാണ് നോട്ട് റീഫണ്ട് റൂൾസ്. കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ പ്രൈമറി ആണ് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രാറാണ് പറയേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് താൽക്കാലികമായി എന്താണ്, പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ മാറിക്കിട്ടുമെന്ന്. നിങ്ങൾ മാറിക്കൊടുക്കുക, ഒരു ബുക്ക് വയ്ക്കുക, അതിനകത്ത് എഴുതുക ഇന്ന പ്രശ്നമാണ് ആ നോട്ടിന്, അക്കൗണ്ട് നമ്പർ എഴുതുക. നിങ്ങൾ മാറിക്കൊടുത്ത്, നിങ്ങൾക്ക് ഈ നിയമം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കറൻസി ചെസ്റ്റ് കൊടുത്ത് മാറിക്കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ട് കിട്ടിയാൽ നിങ്ങളൊരു ലെറ്റർ ഹെഡിനകത്ത് നിങ്ങളുടെ നമ്പർ, ഇന്ന കുഴപ്പമുള്ള നോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് സോയിൽഡ് ആണോ മ്യൂട്ടിലേറ്റഡ് ആണോ രണ്ടും പ്രത്യേകം സോർട്ട് ചെയ്യണം. എന്നിട്ട് കറൻസി ചെസ്റ്റുള്ള ബ്രാഞ്ചിൽ കൊടുക്കുക. IFSC കോഡും അക്കൗണ്ട് നമ്പരും ഇല്ലേ? നിങ്ങൾക്ക് അക്കൗണ്ടുള്ള കേരള ബാങ്കുകാർ എടുക്കുന്നില്ല അധികം. പക്ഷേ മറ്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് IFSC കോഡും അക്കൗണ്ട് നമ്പരും കൊടുത്ത് കറൻസി ചെസ്റ്റ് ബ്രാഞ്ചിൽ കൊടുത്താൽ അവർ 30 ദിവസത്തിനകം അതിൽ കിട്ടാവുന്ന തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. മനസ്സിലായോ? ചെയ്തില്ലെങ്കിൽ RBI പരാതി പോയാൽ RBI അവർക്ക് 10000 രൂപ വരെ പിഴയിടാം. മനസ്സിലായോ? ജനങ്ങൾക്ക് അനുകൂലമായി, ജനങ്ങൾക്ക് കീറിയ നോട്ടും മുഷിഞ്ഞ നോട്ടും മാറിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് RBI നോട്ട് റീഫണ്ട് റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. RBI നോട്ട് റീഫണ്ട് റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് ഇത്രയും മുഷിഞ്ഞതും കീറിയതുമായ നോട്ടുകൾ മാറിയെടുക്കണം. ക്ലീൻ നോട്ട് പോളിസി എന്നാണ് പറയുക. കേട്ടോ?
ഇതാണ് നോട്ട് റീഫണ്ട് റൂൾസിനെ സംബന്ധിക്കുന്ന ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം. അപ്പം നോട്ടുകളെ 5ആയി തിരിക്കാം. ഫ്രഷ് നോട്ട്സ് അല്ലേ, പിന്നെന്താണ് റീഇഷ്യൂബിൾ നോട്ട്സ്, പിന്നെന്താ സോയിൽഡ് നോട്ട്സ്, ഇംപെർഫെക്റ്റ് നോട്ട്സ്, പിന്നെന്താണ് മ്യൂട്ടിലേറ്റഡ് നോട്ട്സ്. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നാം, ഇതെങ്ങനെ 40% ഉണ്ട് 80% ഉണ്ടെന്ന് എങ്ങനെ അറിയും? അപ്പോൾ RBI പറയുന്നത് ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുക, ഈ നോട്ടിൻ്റെ പുറത്ത് വയ്ക്കുക, ടോട്ടൽ ഏരിയ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഉള്ള മുറിയാത്ത ഒറ്റ കഷ്ണമുള്ള ഏരിയ അതിൽ മാർക്ക് ചെയ്യുക, അതിനകത്തുള്ള കോളം എണ്ണി നോക്കുക, ആകെ കോളത്തിൻ്റെ എത്ര ശതമാനം 80% കൂടുതൽ മുറിയാത്ത പീസിൻ്റെതുണ്ടെങ്കിൽ ഫുള്ള്. മനസ്സിലായില്ലേ? 80 കുറവും 40 കൂടുതലുമാണെങ്കിലോ അതിന് പകുതി കൊടുക്കും. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ട് റീഫണ്ട് റൂൾസ്. കൊമേഴ്സ്യൽ ബാങ്ക് ഇതെല്ലാം RBI പറഞ്ഞയക്കാൻ പാടില്ല. RBIയുടെ എന്താണ് നിർദ്ദേശം പാലിക്കാൻ എല്ലാ വാണിജ്യ ബാങ്കുകളും അർബൻ ബാങ്കുകളും കേരള ബാങ്കും ഒക്കെ ബാധകമായിട്ടുള്ള ആൾക്കാരാണ്. ഇതാണ്, മനസ്സിലായോ? അപ്പം ഞാൻ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ എന്ന രീതിയിൽ, ധനകാര്യ സാക്ഷരത കൗൺസിലർ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ഗിരീഷ് കുമാർ, റിട്ടയർഡ് ചീഫ് മാനേജർ IOB പറഞ്ഞു എന്ന് പറഞ്ഞത് അല്ലേ? നിയമം ഇതാണ്. RBIക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കാനാണ്. ജനങ്ങൾക്കും ബാങ്കുകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സഹായിക്കുക, അവർക്ക് സാമ്പത്തിക സാക്ഷരതാ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ജോലി. എല്ലാ ബ്ലോക്കിലും കേരളത്തിൽ ഒരു FLC ഉണ്ട് എന്നെ പോലെ. മനസ്സിലായോ? അപ്പോൾ അവരെ സമീപിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എൻ്റെ റൂൾ.